ഞാൻ എറണാകുളത്താണ് സ്വദേശം. ഞാൻ 2021 തുടങ്ങി. എനിക്ക് മജ്ജയിൽ ക്യാൻസർ വന്നിട്ട് ട്രീറ്റ്മെന്റിലാണ്, കിടപ്പായിരുന്നു. അതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്നെ ആലിസാന്റെ ഇടയിലൊക്കെ പരിചയപ്പെട്ടത്. ഇപ്പൊ ലേറ്റസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ 15 ദിവസം കൂടുമ്പോഴാണ് ഞാൻ കീമോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ മജ്ജയിൽ വന്നിട്ട് എന്റെ നട്ടൽ, ചെസ്റ്റിന്റെ ബാക്കിലുള്ള നട്ടലിന്റെ 3 എല്ലുകൾ ദ്രവിച്ചു പോയി. അപ്പൊ ഇവിടെ ഓരോരുത്തർ ചാടി കയറുമ്പോൾ എനിക്ക് വിഷമമാണ്. കാരണം വെച്ചാല് ഞാൻ ഈ സർജറിക്ക് മുൻപ് ഞാൻ ഇതുപോലെ ഓടി നടന്ന് ഇപ്പൊ നമ്മുടെ രതീഷ് സാറ് പറഞ്ഞ പോലെ കുറച്ച് ആക്റ്റീവായിട്ട് നിന്ന ഒരാളായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്കൊരു ആഗ്രഹമാണ്, ദൈവമേ ഇവരൊക്കെ നടക്കുന്ന പോലെ എനിക്ക് നടക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത്. കാരണം എന്റെ ആരോഗ്യം പോയി കഴിഞ്ഞു. അപ്പൊ കഴിഞ്ഞ ഞങ്ങൾക്ക് എനിക്ക് 15 ദിവസം കൊണ്ടാണ് കീമോ ചെയ്യണത്. 3 മാസം കൂടുമ്പോ, അത് കീമോ എറണാകുളത്താണ് ചെയ്യണത്. 3 മാസം കൂടുമ്പോ ട്രിവാൻഡ്രത്ത് RCCയിലാണ് ചെക്കപ്പ് ഉള്ളത്. അപ്പൊ ഓരോ 3 മാസം കൂടുമ്പോ അവിടെ ചെല്ലുമ്പോൾ ഡോക്ടറോട് ഞാൻ ചോദിക്കും, ഡോക്ടറെ കീമോ നിർത്തിക്കോട്ടെ, എനിക്കത് ആരോഗ്യം പറ്റുന്നില്ല എനിക്ക്. കാരണം കീമോ എടുത്തവർക്ക് അറിയാം അത് എടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്. പക്ഷെ കഴിഞ്ഞ ആഴ്ച ഈ മെയ് 16-ാം തീയതി എനിക്ക് അവിടെ RCCയിൽ ചെക്കപ്പ് ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോ എല്ലാ പ്രാവശ്യം ചോദിക്കുന്ന സാറേ കീമോ നിർത്തിക്കോട്ടെ ചോദിക്കുമ്പോൾ അവരറിയില്ല, സാറേ ഇത്ര ഓരോ പ്രാവശ്യം എണ്ണം പറയുമ്പോൾ സാറ് നിർത്താറായിട്ടില്ല, 5 വർഷം വരെ കീമോ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അന്ന് കഴിഞ്ഞ ആഴ്ച ചെന്നപ്പോഴത്തേക്കിന് 80-ാമത്തെ കീമോ ചെയ്തതിന് ശേഷമാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പൊ കഴിഞ്ഞ ആഴ്ചത്തെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞത് കീമോ റിസൾട്ട് എല്ലാം നോർമലാണ്, എല്ലാം നെഗറ്റീവ് ആണ്. അപ്പൊ എന്നോട് പറഞ്ഞു വേണമെങ്കിൽ കീമോ നിർത്താൻ വേണമെങ്കിൽ. ഇതുവരെ പറയാത്തൊരു കാര്യമാണ്. കാരണം ഞാൻ ദിവാസേഖരന്റെ പ്രൊഡക്റ്റ് 10 ബോക്സ് കഴിഞ്ഞിരുന്നു ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത്ര ഹെവി പേഷ്യന്റ് ആണ്. ആദ്യത്തെ ബോക്സ് ഞാൻ 2 നേരം കഴിച്ചു, പിന്നെ 1 നേരമാണ് കഴിക്കുന്നത്. 10 ബോക്സ് കംപ്ലീറ്റ് ചെയ്തു. 11ാമത്തെ ബോക്സ് കഴിക്കാൻ വേണ്ടി പോകണം. അപ്പൊ ഞാൻ എന്റെ പൈസയല്ല നോക്കിയത്, എന്റെ ആരോഗ്യമാണ് നോക്കിയത്. അപ്പൊ എന്നിട്ട് അയാൾ പറഞ്ഞ് വേണമെങ്കിൽ കീമോ നിർത്താം, പിന്നെ നിർത്താണ്ടിരിക്കണം നല്ലത്. കാരണം ഒരു അലോപ്പതി ഡോക്ടറും ഒരിക്കലും അവരുടെ ട്രീറ്റ്മെന്റ് നിർത്താൻ പറയില്ല. എന്റെ ക്രിയാറ്റിൻ എന്ന് പറഞ്ഞാൽ 0.85 ആണ് ക്രിയാറ്റിൻ. ഇപ്പോ എന്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് 1,85,000 ആണ്. HP 14 ആണ്. എന്നെ കാണാതെ എന്റെ RCCയിലുള്ള റിസൾട്ടിന്റെ RCC എന്നുള്ള പേര് മാറ്റി റിസൾട്ട് മാത്രം കൊണ്ടുപോയി ഒരാളെ കാണിച്ചു കഴിഞ്ഞാൽ അവർ പറയും വളരെ ഹെൽത്തി ആയിട്ടുള്ള, അല്ലേ രവി സാറേ? അത്രയും റിസൾട്ട് ഹെൽത്തി പേഷ്യന്റ് അല്ല, ഹെൽത്തി പേഴ്സൺ ആണ്. അപ്പൊ അത്രയ്ക്ക് റിസൾട്ട് എനിക്ക് കൊണ്ടുവരാൻ പറ്റി. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നിലവിലുള്ള ആരോഗ്യം. ഈ ആരോഗ്യം പോയി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടില്ല, വേറെ എന്ത് പോയാലും തിരിച്ചു കിട്ടും. ഇപ്പൊ എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്കൊന്ന് ഓടിയാൽ കൊള്ളാനുണ്ട്, സ്റ്റെപ്പ് ഒന്ന് വേഗം കയറിയാൽ കൊള്ളാനുണ്ട്, അല്ലെങ്കിൽ ഒന്ന് നല്ലോണം സ്പീഡിൽ നടന്നാൽ കൊള്ളാനുണ്ട്. ഒരു രക്ഷയില്ല, കാരണം എന്റെ നഷ്ടപ്പെട്ട ആരോഗ്യമാണ്. അപ്പൊ നമ്മള് ഇപ്പൊ നേരത്തെ നമ്മുടെ ബിജു സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മള് ഈ 20% എന്ന് പറഞ്ഞ പേഷ്യന്റിലേക്ക് പോകാണ്ട്. ഞാൻ 20% പെട്ട ആളായിരുന്നു, കിടന്നുപോയ ആളായിരുന്നു. പക്ഷെ ഞാൻ 80% വരാൻ എന്റെ മനസ്സുകൊണ്ട് ഞാൻ പ്രിപ്പയർ ചെയ്തു. കാരണം ഞാൻ കുടുംബം നോക്കേണ്ടതാണ്, എനിക്ക് ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. അപ്പൊ ഞാൻ 80% വരാൻ പ്രായമുണ്ട്, മനസ്സും ഉണ്ടായിരുന്നു. ആ 80% കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എണ്ണ നോക്കാണ്ട് ഓരോ ബോക്സ് തീരുമ്പോ അടുത്ത ബോക്സ് എടുത്ത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മള് ആരോഗ്യം ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഇപ്പൊ നിലവില് നമ്മൾ പലരെ കാണുമ്പോൾ എനിക്ക് ഇതിന്റെ ആവശ്യമില്ലെന്ന് പറയും. കാരണം എനിക്കൊരു കുഴപ്പമില്ല, BP ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, ഷുഗർ ഇല്ല, ഒന്നുമില്ലെന്ന് പറയും. പക്ഷെ ഒരു സുപ്രഭാതത്തിലായിരിക്കും ഞാനും അതുപോലെ തന്നെ ഒരു സുപ്രഭാതത്തിൽ ഒന്ന് വീട് കഴിഞ്ഞപ്പോൾ MRI എടുത്തപ്പോഴത്തേക്കാണ് എനിക്ക് നട്ടലിൽ 3 എല്ലുകളില്ലെന്ന് അറിയണത്. അത് പിന്നെ ബ്ലഡ് ടെസ്റ്റ് എടുത്തപ്പോഴാണ് ക്യാൻസർ ആണെന്ന് അറിയണത്. പിന്നെ കഴിഞ്ഞ